ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്കിൻ വൈറ്റനിങ് ക്രീം ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ഈ ഒരു ക്രീം വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ക്രീമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മുഖത്തുള്ള ചുളിവുകൾ മാറാൻ, കറുത്ത പാടുകൾ, കരിവാളിപ്പെല്ലാം മാറി മുഖത്തിൻ്റെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്ന നല്ലൊരു ക്രീമാണിത്. പക്ഷേ ഇത് ഉണ്ടാക്കാൻ എല്ലാവരുടെ വീട്ടിൽ ഈ ഒരു സാധനം അവൈലബിൾ ആണോ എന്നുള്ളത് ആണ് പ്രശ്നം. അപ്പോൾ ഉള്ളവരെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. കറുത്ത പാട് മാറാൻ, കരിവാളിപ്പ് മാറാൻ, മുഖത്തെ ചുളിവ് മാറി ചെറുപ്പം നിലനിർത്താൻ, സ്കിൻ വൈറ്റനിങ്ങിനും സഹായിക്കുന്ന ഒരു പവർഫുൾ ക്രീം എന്ന് വേണമെങ്കിൽ പറയാം. ഇത് നൈറ്റാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും വേണ്ടി പറ്റും. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നിങ്ങൾക്ക് 2 ആഴ്ചയോളം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പോൾ ഈ ഒരു ക്രീം എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമുക്ക് വേണ്ടത് ബദാമാണ്. അപ്പോൾ ബദാം എല്ലാവരുടെ വീട്ടിൽ ഉണ്ടാവുമോ എന്നറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വാങ്ങി വെച്ച് ഇതുപോലെ ക്രീം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങി ഉണ്ടാക്കുന്ന ക്രീമിനേക്കാളും വളരെ എഫക്റ്റീവ് ആയിരിക്കും. ഈ ഒരു ബദാം നമ്മുടെ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പൊടിയായി പൊടിച്ചു കൊണ്ടുവരണം. അപ്പോൾ ഞാനിത് നന്നായി പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല പൊടിയായിട്ട് കിട്ടണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു 2 ടേബിൾ സ്പൂണാണ് നമുക്ക് വേണ്ടത്. ഒരു 2 ടേബിൾ സ്പൂണിന് നമുക്കൊരു 10 ബദാമെല്ലാം മതിയാവും. 10-15 ബദാം കൊണ്ട് 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു 2 ടേബിൾ സ്പൂൺ വെച്ചിട്ട് നമുക്കൊരു 15 ദിവസം വരെ ഈ ഒരു ക്രീം ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടത് ആൽമണ്ട് ഓയിലാണ് കേട്ടോ. അപ്പോൾ നല്ല പൊടിയായിട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ ആൽമണ്ട് ഓയിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിലോ ഒലീവ് ഓയിലോ യൂസ് ചെയ്യാം. പക്ഷേ ഈ കോക്കനട്ട് ഓയിലൊന്നും എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും സൂട്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ആൽമണ്ട് ഓയിലാകുമ്പോൾ ഒരുവിധം എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും അത് സൂട്ടാവും. അപ്പോൾ 1 ടേബിൾ സ്പൂണോളം ആൽമണ്ട് ഓയിലിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂണോളം അലോവേര ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങുന്ന അലോവേര ജെല്ല് ഉപയോഗിച്ചാലാണ് നമുക്കിത് കേടാവാണ്ട് കുറേ കാലം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റൂ. പിന്നെ നിങ്ങളുടെ അടുത്ത് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഉണ്ടെങ്കിൽ അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. അതുപോലെ ഗ്ലിസറിൻ ഉണ്ടെങ്കിൽ അത് 1 ടീസ്പൂൺ ഒഴിക്കുന്നത് വളരെ നന്നായിരിക്കും. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ മെയിനായിട്ടുള്ള ഈ 3 സാധനങ്ങൾ ഉണ്ടെങ്കിൽ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു സ്കിൻ വൈറ്റനിങ് ക്രീമാണിത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായി മിക്സ് ചെയ്യുമ്പം തന്നെ നമുക്ക് നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയിൽ ഇത് കിട്ടും. ഇതാണ് ബദാം ക്രീം. അപ്പോൾ ബദത്തിൻ്റെ ഒരു ബ്യൂട്ടി ബെനിഫിറ്റ്സ് ഒരുവിധം എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ ഇതെന്നും രാത്രി കിടക്കുന്ന സമയത്ത് നിങ്ങൾ മുഖത്ത് തേച്ച് കിടക്കുകയെന്നാണെങ്കിൽ രാവിലെ ഉണരുമ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവും. അപ്പോൾ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ക്രീമാണ്. പക്ഷേ ബദാം എല്ലാവരുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനമല്ല. പക്ഷേ ഉള്ളവരെന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ ഭയങ്കര എഫക്റ്റീവാണ്. ഒരുവിധം എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഇത് സ്യൂറ്റബിൾ ആണ്. അതുപോലെ ചെറിയ മക്കൾക്ക് തേച്ച് കൊടുക്കുന്നതുകൊണ്ടും പ്രശ്നമില്ല. ചെറിയ മക്കൾ എന്ന് പറഞ്ഞാൽ 8 വയസ്സിൻ്റെ മേലുള്ള കുട്ടികൾക്കെല്ലാം ഇത് യൂസ് ചെയ്യാം. ഒരു പ്രശ്നം ഉണ്ടാവില്ല. വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ക്രീമാണ്. കറുത്ത പാട് മാറാൻ, കരുവാളിപ്പ് മാറാൻ, ചുളിവ് മാറാൻ എല്ലാം എഫക്റ്റീവാണ്. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിങ്ങനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നല്ല എയർ ടൈറ്റുള്ള ഒരു കണ്ടെയ്നറിൽ ഒഴിച്ച് വെച്ച് സൂക്ഷിക്കുന്നതാണ് നല്ലത്. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഇത്തരം ബോട്ടിൽസ് എടുക്കുന്നതിലും നല്ലത് ഗ്ലാസ് ബോട്ടിൽസ് എടുക്കുന്നതാണ് കേട്ടോ. കാരണം ചില പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ നമ്മൾ ഇത്തരം ക്രീമുകളെല്ലാം ആഡ് ചെയ്ത് കൊടുത്താൽ ചിലപ്പോൾ സ്മെല്ല് മാറാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഞാനിത് നമ്മുടെ ക്രീം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നല്ലൊരു എയർ ടൈറ്റുള്ള കണ്ടെയ്നറിലേക്ക് ഇത് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളത് മാറ്റി കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു തുള്ളി വെള്ളം പോലും അതിൽ ഉണ്ടാവാൻ പാടില്ല കേട്ടോ. നല്ല ഡ്രൈ ആയിട്ടുള്ള ബോട്ടിലിൽ തന്നെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ കഴുകിയെടുക്കുന്ന ബോട്ടിലെല്ലാണെങ്കിൽ അതൊന്ന് തുടച്ച് നല്ല ഡ്രൈ ആക്കി എടുക്കണം. കാരണം ഇത് ഈർപ്പമൊന്നും ഇല്ലാണ്ട് നമ്മുടെ ക്രീം മാത്രം നല്ല വൃത്തിയിൽ കിട്ടണം. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിക്കുക. പിന്നെ ഡയറക്റ്റ് കൈ ഇതിൻ്റെ ഉള്ളിലിട്ടിട്ട് നിങ്ങൾ ക്രീം എടുക്കരുത്. എന്തെങ്കിലും ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് എടുത്തിട്ട് വേണം നിങ്ങളിത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളിത് കുറച്ച് കാലം വെക്കുന്നതാണല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 3-4 ദിവസം ഇത് പുറത്ത് തന്നെ സൂക്ഷിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ കുറച്ചും കൂടി നല്ലത് ഫ്രിഡ്ജിൽ വെക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു തണുപ്പും കൂടി ഉണ്ടാവും. അപ്പോൾ രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ ആണ് നിങ്ങളിത് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. കിടന്നിട്ട് അങ്ങ് ഉറങ്ങിയാൽ മതി. രാവിലെ സാധാരണ കഴുകുന്നത് പോലെ അങ്ങ് കഴുകിക്കഴിഞ്ഞാൽ മതി. സോപ്പൊന്നും ഉപയോഗിച്ച് കഴുകണമെന്നൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ക്രീം നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ റിസൾട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞല്ലോ. രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ അപ്ലൈ ചെയ്താൽ മതി. പിന്നെ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവും ഇത് എത്ര പ്രാവശ്യം അപ്ലൈ ചെയ്യാമെന്നല്ല. നിങ്ങൾക്ക് രാവിലെയും രാത്രിയും വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. പക്ഷേ ഇതൊരു നൈറ്റ് ക്രീമായിട്ട് അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. ഇതേപോലെ ജസ്റ്റ് ഒന്ന് മുഖത്ത് ഇട്ട് കൊടുത്തിട്ട് സാധാരണ നമ്മൾ ക്രീം എങ്ങനെയാണോ യൂസ് ചെയ്യുക അതേപോലെ അങ്ങ് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. വേറൊന്നും വേണ്ട. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഈ ക്രീം ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകി കളയണോ? അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സാധാരണ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ക്രീം എങ്ങനെയാണോ യൂസ് ചെയ്യൽ അതേപോലെയാണ്
തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. സെയിം മെത്തേഡാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ അടുത്ത് ഗ്ലിസറിനോ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളോ എല്ലാം ഉണ്ടെങ്കിൽ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഡബിൾ റിസൾട്ട് ആയിരിക്കും. ഇനി അതൊന്നും ഇല്ലെങ്കിലും ഈ 3 സാധനം വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാം. ഇത് 2 ആഴ്ചയോളം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതുണ്ട്. പിന്നെ ആ സ്കിന്ന് സോഫ്റ്റ് ആവാൻ ഇത് ഒരുപാട് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റിലൂടെ വന്ന് അറിയിക്കാൻ മറക്കരുത്. ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഒരുപാട് ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.